ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഞാവൽപ്പഴം വെച്ചിട്ട് അടിപൊളി ഷോർട്സ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എരിവും മധുരവും ഉപ്പും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഈ ഒരു ഷോർട്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴം നമ്മൾ നല്ലതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ ഞാവൽപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ കുരുവില്ലാതെ അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഞാവൽപ്പഴത്തിൻ്റെ കുരു ഒന്ന് മാറ്റിയെടുക്കട്ടെ. അങ്ങനെ ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാവൽപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പകുതി വേണ്ട, അതിനൊക്കെ കുറച്ച് കുറവ് ചെറുനാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞൊഴിക്കാം. കുരുവില്ലാതെ വേണം കേട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോരുത്തർക്ക് എന്തോരം മധുരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഞാവൽപ്പഴമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഞാവൽപ്പഴം അതിൽ മുക്കിയും കഴിക്കാൻ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല, ഷോർട്സ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഷോർട്സ് സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഞാനൊരു കുട്ടി ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസിൻ്റെ ആ ഒരു അരികുവശത്തൊക്കെ നമ്മൾ ഈ ഒരു ചെറുനാരങ്ങ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉരച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉപ്പും മുളക് പൊടിയും ഉണ്ടല്ലോ, ആ ഒരു മിക്സിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ആ ഒരു ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ചുറ്റുഭാഗത്തും ഉപ്പും മുളക് പൊടിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ആ ചെറുനാരങ്ങ നീരുള്ളതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഗ്ലാസ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ്സിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാവൽപ്പഴവും പഞ്ചസാരയും അതുപോലെ ആ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ അത് ആ ഒരു കുട്ടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഞാവൽപ്പഴം ഷോർട്സ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഇതുപോലെ ഇത് നല്ല തണുപ്പിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിൻ്റെ ആ സൈഡിലുള്ള ആ ഉപ്പും മുളകൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ഒരു എരിവും ആ ഉപ്പിൻ്റെ ടേസ്റ്റും അതുപോലെ ആ മധുരിക്കുന്ന ആ ഒരു ഞാവൽപ്പഴത്തിൻ്റെ ആ ജ്യൂസും കൂടി ആകുമ്പോൾ കിഡിലും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാവൽപ്പഴം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.